അളവിലധികം ആരിലും അലിയരുത്, ഒടുവിൽ അലയേണ്ടി വരും ഗതിയില്ലാതെ. ഇത് ആക്ച്വലി നമ്മുടെ 1001 രാവുകൾ എന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ലൈനാണ്. അതൊരു കച്ചവട പുസ്തകമായതുകൊണ്ട് ഇത്തരത്തിൽ ധാരാളം കൊട്ടേഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ COP9 ഈ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രാക്ടീസസിനെ കുറിച്ചാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് പറയുന്നത്. നമുക്കൊരു കൃത്യമായ റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം, ഒരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. എന്തിനാണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ICU ആൻഡ് HDUയിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതിന് നമുക്ക് അത്തരത്തിൽ ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ HDU ICUകൾക്ക് വേണ്ടി ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകാരോടുണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റയർ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി മെയിൻ്റനൻസിൻ്റെ പാർട്ടായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരിക്കാം. അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതർവൈസ് നമ്മുടെ ICUക്ക് വേണ്ടിയിട്ടും HDUക്ക് വേണ്ടിയിട്ടും ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തണം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് അനുസരിച്ച് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസസ് അനുസരിച്ച് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. എന്താണ് ഈ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസസ്? നമ്മളിനി IPC എന്ന് പറഞ്ഞ് നമ്മുടെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ സ്റ്റാൻഡേർഡ് 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളുള്ള സ്റ്റാൻഡേർഡാണ്. ആ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ 4 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 2 കമ്മിറ്റ്മെൻറ്റുമായിട്ട് ചേർന്ന് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ IPC 3യിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം ICUവിനും. അത് എൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതേ കാര്യം നമുക്ക് എവിടെ ഉണ്ടാവണം? ICUയിൽ HDUയിൽ റിട്ടേൺ ഡോക്യുമെൻ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉണ്ടാവണം. അല്ലെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. COP9E